പിന്നെ ഒരു അമേരിക്കൻ ഡോക്ടറുണ്ട്. പുള്ളിക്കാരൻ വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സ് വരെ അമേരിക്കയിൽ ഡോക്ടറായിരുന്നു. പുള്ളിക്കാരന് ജോലി മടുത്തു. നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരൊക്കെ 50ാമത്തെ വയസ്സിലൊക്കെ ആകുമ്പോഴല്ലേ പൈസ കിട്ടി തുടങ്ങുന്നത്. 60 കോടീശ്വരൻ അങ്ങനെയല്ലേ വിചാരിക്കുന്നത്. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ 90% പേരും വർക്ക് ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ആത്മാർത്ഥമായിട്ട് ഇത്. പുള്ളിക്കാരൻ 40 വയസ്സായി ഡോക്ടർ ജോലി മടുത്തു. പുള്ളിക്കാരൻ കാർപ്പൻ്ററായിട്ട് അങ്ങ് പോയി. നമ്മുടെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഭ്രാന്ത് ഇവരെന്ത് വട്ടാന്ന് പറയുന്നില്ല. അങ്ങനെയാണ് അതൊരു സുഹൃത്ത്. അപ്പോൾ എൻ്റെ ചിന്താഗതി പെട്ടെന്ന് ഇപ്പോൾ ഞാനൊരു ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഒരു ദിവസം സഡൻ സ്റ്റോപ്പ് ഇട്ടിട്ട് വേറൊന്നിന് പോകാൻ പറ്റണം. അങ്ങനെ നിരന്തരമായി ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അന്റാർട്ടിക്കയിൽ പോയപ്പോൾ ഉള്ളൊരു 70 വയസ്സ് റിച്ചാർഡ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം അന്റാർട്ടിക്ക ക്ലൈംബ് ചെയ്യാൻ വന്നത് വരുന്നതിന് 18 ദിവസത്തെ എക്സ്പെഡീഷനാണ്. നമ്മൾ 18 ദിവസം ഒരു സംവിധാനവും വന്ന് നമ്മൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകത്തില്ല, അപകടം പറ്റിയാൽ. വരുന്നതിന് 6 മാസം മുമ്പ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പം അങ്ങനെ ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ ഒരുപാട് പേരുടെ സാധാരണഗതിയിൽ ഈ മൗണ്ടനറിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സീ ലെവലിൽ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളുകളെക്കാൾ കൂടുതൽ യൂറോപ്യൻ നാടുകളിൽ നിന്നുള്ള സഞ്ചാരികൾ ധാരാളമായിട്ടുണ്ടാവും. സായിപ്പിൻ്റെ സാഹസികത ലോകപ്രശസ്തമാണ്. അപ്പം അത്തരം സഞ്ചാരികളും അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പറ്റും. അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പാഠങ്ങൾ നമുക്ക് കിട്ടിയ 1-2 സംഭവങ്ങൾ പറയാൻ പറ്റും? സംഭവങ്ങളായിട്ടുള്ള ഒരുപാട് വിദേശ യൂറോപ്യൻസിനെ അമേരിക്കക്കാരെ എനിക്കറിയാം. എനിക്ക് നമ്മളുമായിട്ടുള്ള വ്യത്യാസം തോന്നിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ പ്രിപ്പയർഡും പ്ലാൻഡുമാണ്. അവരേത് എക്സ്പെഡീഷൻ വന്നു കഴിഞ്ഞാൽ അവരിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കും. അവരെന്നിട്ട് നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ കാര്യങ്ങളെന്ന്. അതവരിപ്പം എവറസ്റ്റ് എക്സ്പെഡീഷനാണ് വരുന്നെങ്കിൽ ഒരു വർഷം മുമ്പേ അവർ അതിലേക്ക് അങ്ങ് അടുക്കാൻ നോക്കും. ഈ എവറസ്റ്റിൽ കിട്ടുന്ന ഭക്ഷണം വീട്ടിലുണ്ടാക്കി കുക്ക് ചെയ്യും. ഹൈപ്പോക്സി ടെൻ്റ് എന്നൊക്കെ പറഞ്ഞ ടെൻ്റുണ്ട്, ഈ ഓക്സിജൻ കുറഞ്ഞ ടെൻറ്റുകൾ. അതിനകത്ത് വീട്ടിൽ വെച്ച് കിടന്നുറങ്ങും. എന്നിട്ട് അവർ ഏകദേശം മൗണ്ടനിൽ വരുമ്പോൾ എന്താ അവർ ഇതുമായിട്ട് അങ്ങ് അക്ലമറ്റൈസ്ഡ് ആവും. അപ്പോൾ അതൊന്നും നമ്മൾ അത്ര റിസർച്ച് ചെയ്യാറില്ല. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജെനറ്റിക്കലി നമ്മളെക്കാളും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫിസിക്കലി സൈക്കോളജിക്കലി എനിക്കറിയത്തില്ല. ഫിസിക്കലി ഭയങ്കര ഫിറ്റാണ്. പ്രത്യേകിച്ച് പോളണ്ടുകാരൊക്കെ അവർ നമ്മളെക്കാൾ അഡ്വഞ്ചറസ് ആണ്. അവരുടെ ബോഡി തന്നെ, കാരണം അവർ ഈ പറഞ്ഞ തണുപ്പ് പ്രദേശത്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അവർ ഭയങ്കരമായിട്ടും ജെനറ്റിക്കലി നമ്മളെക്കാളും മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ.